നമസ്കാരം. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ഇതിനോടകം തന്നെ ചിത്രത്തിന്റേതായി പുറത്തെത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത്. പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ചിത്രത്തിന്റെ ടീസറും പുറത്തു വന്നിരുന്നു. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കായിരുന്നു ആ ടീസർ പുറത്തിറങ്ങിയത്. എമ്പുരാന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെയുള്ളത്. ചിത്രത്തിന് ടീസർ പുറത്തു വന്നത് മുതൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളാണ് ടീസർ റിലീസ് ചെയ്തത്. മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുന്നത്. ലൂസിഫറിന്റെ സീക്വലായി ഇറങ്ങുന്ന എമ്പുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. 150 കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് കരുതപ്പെടുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസിനെത്തും. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. റിലീസിന് മുന്നോടിയായി 2025 മാർച്ച് 6 സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുടർഭാഗത്തിന് UAE 16+ റേറ്റിംഗും ലഭിച്ചു. സെൻസറിംഗ് പൂർത്തിയായതോടെ ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് ആണെന്ന് ഉറപ്പായി. സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും 10 സെക്കൻഡ് മാത്രമാണ്. ഇതിൽ 4 സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട്. സെൻസർ സർട്ടിഫിക്കറ്റിൽ വിശദീകരിച്ചിരിക്കുന്ന സിനിമയുടെ കഥയുടെ ഇതിവൃത്തം ആദ്യ ഭാഗത്തിലെ സംഭവങ്ങളുടെ തുടർച്ചയാണെന്ന് റിപ്പോർട്ടുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രഹസ്യത്തിന്റെ ചുരുൾ അഴിയുന്നതും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം, സായിദ് മസൂദുമായുള്ള ബന്ധം, ഖുറേഷി അബ്രാഹം ബന്ധം എന്നിവയാകും ഈ സെക്കൻഡ് പാർട്ടിൽ എന്നാണ് റിപ്പോർട്ട്. അതേസമയം മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളുടെ പ്രതിഫല തുകയും ചിത്രത്തിന്റെ ഡ്യൂറേഷൻ അടക്കമുള്ള വിശേഷങ്ങൾ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. മോഹൻലാൽ 20 കോടിയാണ് ചിത്രത്തിന് വാങ്ങുന്നതെന്നും പൃഥ്വിരാജ് 5 കോടിയാണ് വാങ്ങുന്നതെന്നും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ടോവിനോയുടെ പ്രതിഫലം 1 കോടിയും ഇന്ദ്രജിത്തിന് 75 ലക്ഷമെന്നും റിപ്പോർട്ടുണ്ട്. മഞ്ജു വാര്യർക്ക് 1.5 കോടിയും സാനിയയ്ക്ക് 50 ലക്ഷമാണ് പ്രതിഫലമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററിലെത്തുക. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം 2023 ഒക്ടോബറിലാണ് ആരംഭിച്ചത്. 20ഓളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ചിത്രത്തിൽ മഞ്ജു വാര്യർ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, ഫാസിൽ, സാനിയ അയ്യപ്പൻ, പൃഥ്വിരാജ്, നൈല ഉഷ, അർജുൻ ദാസ് തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. മാത്രമല്ല ലൂസിഫർ 2ാം ഭാഗം എമ്പുരാൻ വിശേഷങ്ങളാണല്ലോ സോഷ്യൽ മീഡിയയിൽ നിറയെ. പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഒടുവിൽ ഇവരുടെ ട്രെയിലർ ലോഞ്ചും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കൂടുതൽ വിശേഷങ്ങളും നിറയുന്നത്. ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്തും എമ്പുരാന്റെ ഭാഗമാണ്. അഭിനയത്തിലൂടെയല്ല എന്ന് മാത്രം. ടീസറിലെ ഇംഗ്ലീഷ് തീം സോങ് ആലപിച്ചിരിക്കുന്നത് ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്താണ്. ഗായികയായി വീണ്ടും പാത്തു നിറയുമ്പോൾ അത് കൊച്ചച്ചൻ ചിത്രത്തിൽ എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. ലൈക്ക് എ ഫ്ലെയിം എന്ന് തുടങ്ങുന്ന തീം സോങ് പ്രാർത്ഥന ആലപിക്കുമ്പോൾ ആ തീം സോങ് എഴുതിയത് സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് തന്നെയാണ്. ദീപക് ദേവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള തീം സോങ് അദ്ദേഹം എഴുതിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അംബാസിഡർ കാണിക്കുന്നത് ഈ തീം സോങ്ങിനൊപ്പമാണ്. ഹിന്ദിയിലും പ്രാർത്ഥന അരങ്ങേറ്റം കുറിച്ചിരുന്നു. ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്ത തായ്ഷിനു വേണ്ടി രേ ഭാവ്രെ എന്ന പാട്ടാണ് പ്രാർത്ഥന പാടിയത്. ഗോവിന്ദ് വസന്തയാണ് പാട്ടിന്റെ സംഗീത സംവിധായകനായിരുന്നത്. സംഗീത ലോകത്ത് സജീവമാണ് ഇപ്പോൾ പ്രാർത്ഥന. ഇന്ന് നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് എമ്പുരാനായ അടുത്ത ചിത്രം. മലയാള സിനിമ പ്രേമികൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. മലയാളത്തിൽ ഇതുവരെ വന്ന സിനിമയൊക്കെ കടത്തിവെട്ടുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ എന്നാണ് സൂചന. ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗും എമ്പുരാന്റെ പ്രത്യേകതയാണ്. ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗം ലൂസിഫർ വൻ വിജയം നേടിയതിനാൽ ലൂസിഫറും പ്രതീക്ഷ തെറ്റിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുകയുണ്ടായി. പൃഥ്വിരാജിനൊപ്പം വർക്ക് ചെയ്യുക എന്നത് ശ്രമകരമാണെന്ന് മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞു. പൃഥ്വിരാജ് അത്ഭുതപ്പെടുത്തിയ സംവിധായകനാണ്. അദ്ദേഹത്തിനെല്ലാം അറിയാം. പ്രധാനമായും ലെൻസിങ്ങിനെ കുറിച്ച്, എക്യുപ്മെന്റ്സിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും അറിയാം. സീനിൽ വേണ്ടത് ലഭിക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. വളരെയധികം കമ്മിറ്റഡ് ആയ സംവിധായകനാണ്. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക ശ്രമകരമാണ്. നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം. ഈഗോ ഇല്ല. കഥാപാത്രത്തിന് വേണ്ടി ടേക്കുകൾ ചോദിക്കും. ഈ സിനിമ മുഴുവൻ പൃഥ്വിരാജിന്റെ തലയിലാണ്. അത് ഫ്ലോപ്പാക്കാൻ പറ്റില്ലെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. വലിയ താരമാണെങ്കിലും മോഹൻലാലിനെ കൊണ്ട് നിരവധി ടേക്കുകൾ ചെയ്യിപ്പിക്കാൻ പൃഥ്വിരാജ് മടിച്ചില്ല. ഇതേക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിമുഖത്തിന് പിന്നാലെ ഇതും ചർച്ചയാവുകയാണ്. ഞാൻ ചില സമയത്ത് ലാലേട്ടനെ കൊണ്ട് 17 ടേക്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ കുറ്റം കൊണ്ടല്ല, മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോഴൊക്കെ അസിസ്റ്റൻസോ കൂടെയുള്ളവരെ
17ാമത്തെ ടേക്കായി എന്ന് പറയും. എന്നാൽ ആ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ്. നിർമ്മാതാവിനോട് പോലും അദ്ദേഹം പറഞ്ഞത് ആന്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണെന്നും പൃഥ്വിരാജ് അന്ന് വ്യക്തമാക്കി. ഒരു സംവിധായകനായി നിൽക്കുമ്പോൾ സത്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞില്ല എന്ന ഭാവം വേണ്ടിവരും. ലാലേട്ടന് ഡസ്റ്റ് അലർജിയുണ്ട്. അദ്ദേഹത്തിന് പൊടിയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ലൂസിഫറിൽ ജയിലിനകത്ത് വെച്ചുള്ള ഫൈറ്റ് സീനുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കരമായി പൊടിയുണ്ട്. ഷൂട്ട് തുടങ്ങി 1/4 മണിക്കൂർ പോലും എടുത്തില്ല. ലാലേട്ടന് തീരെ വയ്യാതെയായി. ഷൂട്ട് നിർത്തിവെക്കാം, പിന്നീട് ചെയ്യാമെന്ന് എനിക്ക് പോയി പറയണമെന്നുണ്ട്. പക്ഷേ നിർത്തിവെച്ചാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ എനിക്കും ലാൽ സാറിനും അറിയാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടന് വയ്യ എന്ന് തനിക്ക് അറിയില്ലെന്ന മട്ടിൽ താൻ ഷൂട്ട് തുടർന്നെന്നും അന്ന് പൃഥ്വിരാജ് പറഞ്ഞു. കൊച്ചുകുട്ടിയാണ് ലാലേട്ടൻ. ഭയങ്കര രസമുള്ള വീഡിയോ യൂട്യൂബിൽ വന്നാൽ അത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന രീതി കാണണം. വീഡിയോ കാണിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ലാലേട്ടന്റെ മുഖത്താണ് നോക്കുക. ഒരു ഷോട്ട് എടുത്താൽ സാർ ഞാൻ ആ ഷോട്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും. താൻ സെറ്റിൽ മോഹൻലാലിനെ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും പൃഥ്വിരാജ് അന്ന് പറഞ്ഞു. 2025 മാർച്ച് 27 എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ എമ്പുരാൻ എത്തും. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തെത്താനുള്ള എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും പ്രേക്ഷകർ. സിനിമയുടെ ക്യാരക്ടർ പോസ്റ്ററുകളും ടീസറും ഇതിനകം തന്നെ ഇറങ്ങിയിരുന്നു. റിലീസിനുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം അഭിനയത്തിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പൃഥ്വി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. നടൻ എന്ന നിലയിൽ പുതിയ മേഖലയിൽ തേടുകയാണ് എന്ന അഭിമുഖത്തോടെയാണ് പൃഥ്വി ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് താഴെ നിരവധി പേർ കമന്റുമായും രംഗത്തെത്തിയിരുന്നു. ആക്ടിവിസ്റ്റ് സിൻസിയറിലും ഇതിന് താഴെ രസകരമായ കമന്റുകൾ എത്തിയിരുന്നു. ഇതൊക്കെ AI ആണ്, ആരും വിശ്വസിക്കേണ്ട എന്നായിരുന്നു സിൻസിയുടെ കമന്റ്. ഇതിനുള്ള മറുപടി എന്നോണം മല്ലിക സുകുമാരൻ നൽകിയ കമന്റും വൈറലായി. പൃഥ്വിരാജ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് രാജമൗലിയുടെ സിനിമയാണെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. അതേസമയം ഈ സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. അല്ല, അടുത്ത സിനിമ രാജമൗലി ഫിലിമാണ്. ഹീസ് ലീവിംഗ് ടു നൈറ്റ്. സിൻസിയും തുടങ്ങിയോ കാര്യങ്ങൾ അന്വേഷിക്കാതെയുള്ള തർക്കം? എന്നോട് ചോദിച്ചുകൂടെ എന്നായിരുന്നു സിൻസിയുടെ കമന്റിന് മറുപടിയായി മല്ലിക പറഞ്ഞത്. ഇരുവരുടെയും കമന്റ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഒരു ട്രോളിന് താഴെ താൻ സർക്കാസ്റ്റിക് ആയി കമന്റ് ഇട്ടതാണെന്നും ആന്റിയുമായി സംസാരിച്ചതെന്നും സിൻസിയും പറഞ്ഞിരുന്നു. രാജമൗലി അടുത്തതായി സംവിധാനം ചെയ്യുന്നത് മഹേഷ് ബാബുവിനെ നായകനാക്കിയുള്ള സിനിമയാണ്. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. ഇതും ശരിവെക്കുന്നതാണ് മല്ലിക സുകുമാരന്റെ കമന്റ്.